വെറും മണ്ണിൽ സ്വന്തമായി ഒരുക്കിയ ടാർപോളിൻ ഷെഡിൽ മഴയും വെയിലുമേറ്റാണ് മാരാംകോട് ഉന്നതിയിലുള്ള 48 കുടുംബങ്ങളുടെ ജീവിതം. കാണേണ്ടവർ കണ്ണുകൾ പൂട്ടിയടച്ചപ്പോൾ ഒരിക്കലും മുക്തമാകാതെ ഇവരുടെ ദുരിത ജീവിതം തുടരുന്നു. മലക്കപ്പാറ അരേക്കാപ്പ് വീരൻകുടി ഉന്നതകളിൽ താമസിച്ചിരുന്ന മുതുവാൻ, മന്നാൻ ഗോത്ര വിഭാഗങ്ങളിൽപ്പെട്ടവരാണ് ഉരുൾപൊട്ടലിലും വന്യമൃഗശല്യത്തിലും ജീവിതം ദുരിതമായപ്പോൾ 2025 സെപ്റ്റംബറിൽ മലയിറങ്ങി പലായനം ചെയ്തത്. 48 കുടുംബങ്ങളെ മാരാംകോട് ഉന്നതിയിലേക്ക് സർക്കാർ സംവിധാനങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചു. കൈവശമുണ്ടായിരുന്ന ഏക്കർ കണക്കിന് കൃഷിഭൂമി സർക്കാരിന് കൈമാറിയാണ് ഇവർ പലായനം ചെയ്തത്. ഇവരുടെ കൈവശമുണ്ടായിരുന്ന ഭൂമിക്ക് തുല്യമായ ഭൂമി മാരാംകോട് നൽകുന്നതിന് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ തീരുമാനിക്കുകയും സർക്കാർ ഉത്തരവ് ലഭിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ മാരാംകോട് വനംവകുപ്പ് ശുപാർശ ചെയ്ത സ്ഥലം സർവേ നടപടികൾ പൂർത്തീകരിച്ചു. ഈ സ്ഥലത്ത് കുടുംബങ്ങൾ കുടിൽ കെട്ടി താമസവും തുടങ്ങി. എന്നാൽ സർക്കാർ ഉത്തരവ് ലഭിച്ചെങ്കിലും വനാവകാശ രേഖ നൽകുന്നത് സംബന്ധിച്ച തടസ്സങ്ങൾ വെല്ലുവിളികളായി മാറുകയായിരുന്നു. കഴിഞ്ഞ ക്രിസ്മസ് ദിനം മുഴുവൻ ഇവരോടൊപ്പം ചിലവഴിച്ച മുൻ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മുഴുവൻ പിന്തുണയും ഇവർക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. ഉന്നതിയിൽ വെള്ളം, വൈദ്യുതി, ടോയ്ലറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് അതാത് വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകുമെന്നും ഉടൻ തന്നെ പരിഹാരം കാണുമെന്നും കളക്ടർ അറിയിച്ചിരുന്നു. എന്നാൽ നടപടികൾ വൈകിയതോടെയാണ് ഇവർ സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെന്റർ ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്തിന്റെ സഹായത്തോടെ കോടതിയെ സമീപിച്ചത്. എന്ത് കാര്യത്തിലാണ് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒരു നടപടി വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന് മനസ്സിലാകുന്നില്ല. അവിടെ ഒരു പ്രകൃതിക്ഷോഭമില്ല, സാധ്യതയില്ല. അവിടെ കുന്നിൽ നിന്ന് ഒലിച്ചു വരുന്ന ഒന്നുമില്ല. സാധാരണഗതിയിൽ സമനിരപ്പായ ഭൂമിയാണ്, കാഷ്യൂ പ്ലാന്റേഷനാണ്, പച്ചക്കാടുകളോ ഫോറസ്റ്റോ ഉള്ള ഒരു ഏരിയയല്ല. അതിൻ്റെ ചുറ്റും മനുഷ്യവാസ കേന്ദ്രങ്ങളാണ്, വിദ്യാലയങ്ങളും ആരാധനാലയങ്ങളും ഒക്കെ ഇഷ്ടംമാതിരിയുള്ള സ്ഥലമാണ്. അവരെ നമുക്ക് ഇവിടെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ എടുത്ത തീരുമാനം ശ്ലാഘനീയമാണ്. ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വട്ടം വെച്ചത് ആരാണെന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. വിവരാവകാശ നിയമപ്രകാരം ഞങ്ങൾ ഈ രേഖകളെല്ലാം എടുത്ത് പരിശോധിച്ചപ്പോൾ ചില നടപടികൾ ശരിയല്ലാത്ത വിധത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവർ നമ്മളോട് ആവശ്യപ്പെടുന്നത്, നമ്മുടെ സംഘടനയോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളെ സഹായിക്കണം ഈ കാര്യത്തിൽ എന്നാവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെയുള്ള 48 കുടുംബങ്ങളാണ് ടാർപോളിൻ മറച്ച കുടിലുകളിൽ മഴയും വെയിലുമേറ്റ് കഴിയുന്നത്. പട്ടയം ഉടൻ നൽകാമെന്ന ഉദ്യോഗസ്ഥരുടെ വാക്കിൽ പ്രതീക്ഷയർപ്പിച്ചു കഴിയുന്ന ഇവരെക്കുറിച്ച് ST പ്രമോട്ടർ മുതൽ കളക്ടർ വരെയുള്ളവർക്കറിയാം. എങ്കിലും ഇവരുടെ പുനരധിവാസ നടപടികൾ വൈകുകയാണ്. മാസത്തിൽ ഓരോ കുടുംബത്തിന് ലഭിക്കുന്ന റേഷനരിയാണ് ഏക ആശ്വാസം. രാത്രിയിൽ വെളിച്ചമായി ടോർച്ചിന്റെ വെട്ടം മാത്രം. ഞങ്ങളിവിടെ വന്നത് സെപ്റ്റംബറിലാണ്, ഓണത്തിൻ്റെ അന്നാണ് ഇവിടെ വന്ന് കയറിയത്. ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആനയുടെയും പുലിയുടെയും ശല്യം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്കിപ്പം ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ട് ഉള്ളത് ഇവിടെ സ്ഥല സംബന്ധമായിട്ടുള്ള രേഖ ഫോറസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം നമുക്കിത് കിട്ടുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ നിരന്തരമായിട്ട് ശല്യമായിട്ട് വന്നിരിക്കുകയാണ്. പുതിയ കലക്ടർ മാറിയ പിന്നെ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട്. നല്ല അർജുൻ പാണ്ഡ്യ എന്ന് പറഞ്ഞൊരു കലക്ടറാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ആള് നേരിട്ട് അവിടെ ഞങ്ങളുടെ ഉന്നതി വന്ന് കണ്ടിട്ട് ഞങ്ങളുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. ഇപ്പം ഞങ്ങൾക്ക് രേഖ കിട്ടാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ മരങ്ങളും ഈ കൃഷിയിടം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾ അരേക്കാപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ മഴയും വെയിലും കൊണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കിടക്കാൻ പറ്റില്ല. ഒന്നാമത്തെ പ്രശ്നം അതാണ്. മഴ പെയ്ത് കഴിയുമ്പോൾ രാത്രിയിലാണ് പെയ്യുന്നെങ്കിൽ എഴുന്നേറ്റിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒരുപാട് കൃഷിദേഹങ്ങൾ കൊണ്ട് അവിടെ ഗവൺമെൻറ്റിനെ കൊടുത്തിട്ട് തന്നെയാണ് ഞങ്ങൾ വന്നിരുന്നത്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന്. ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പടുതായി കെട്ടിയാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു വർഷം ഞങ്ങൾ എങ്ങനെ ഇത് ഈ മഴക്കാലം എങ്ങനെ കഴിഞ്ഞു പോകുമെന്നുള്ളൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്.
അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ രേഖ ഒന്ന് കൈവശ രേഖ കൈ കിട്ടിയാൽ ഞങ്ങൾക്ക് നല്ലൊരു വീട്ടിൽ കിടക്കാമെന്നുള്ള ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. സാറ് ആണ് ഞങ്ങളെ കൊണ്ടുവന്ന് ഞങ്ങളുടെ കഷ്ടപ്പാട് അരേക്കപ്പ് കോളേജിൽ ഞങ്ങൾ കിടന്നപ്പോൾ ഞങ്ങളുടെ കഷ്ടപ്പാട് സാറ് വന്ന് കണ്ട്, നിങ്ങളിവിടെ കിടക്കണ്ട, നിങ്ങളിപ്പോൾ ഓരോ നല്ലൊരു സ്ഥലം നിങ്ങൾ തന്നെ കണ്ടെത്തി ഞാൻ അവിടെ നിങ്ങളെ കൊണ്ട് കുടിയിരുത്താന്ന് പറഞ്ഞ് സാറ് ഞങ്ങളെ കൊണ്ടുവന്ന് കുടിയിരുത്തി ഇവിടെ വെച്ചു. പക്ഷെ സാറ് മാറിപ്പോയി അല്ലോ എന്നുള്ളതൊന്ന് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമുണ്ട്. സാർ ഇവിടെ ഇനി വരുമോ ഇല്ലയോ എന്നുള്ളതൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ട്. അങ്ങനെ പിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഈ കേരളത്തിന് ഒരു തീരുമാനം ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹമേ ഞങ്ങൾക്ക് ഉള്ളൂ. എത്രയും പെട്ടെന്ന് സ്ഥലത്തിൻ്റെ കൈവശരേഖ കിട്ടുക. ഞങ്ങൾക്ക് ഈ സ്ഥലം ഒന്ന് തീരുമാനമായി എത്രയും പെട്ടെന്ന് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഈ സ്ഥലത്തിൽ ഒരു നല്ലൊരു വീട് വെച്ചിട്ട് കിടക്കാൻ പറ്റുള്ളൂ. നല്ലൊരു കുഞ്ഞു കുട്ടികളും ഒക്കെ എല്ലാവരും ഉള്ള. അപ്പോൾ ഈ വരുന്ന മഴക്കാലത്ത് എന്താകും എങ്ങനെയാകും എന്നുള്ളതൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ രേഖ സർക്കാർ ഗവൺമെൻറ് ഭാഗത്തിരുന്ന് സ്ഥലത്തിന് എത്രയും പെട്ടെന്ന് കൈവശരേഖ തരിക, രേഖകൾ തരിക, തന്ന് ഞങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു വീട് വയ്ക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഭാഗത്തിരുന്ന് ഉണ്ടാകണമെന്നാണ് പറയുന്നത്. സർക്കാർ നിയമങ്ങളും ഇവർക്ക് അനുകൂലമായിരിക്കുമ്പോഴും നടപടികൾ വൈകിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നും മനുഷ്യത്വത്തിന്റെ പേരിലെങ്കിലും ഇവരുടെ പുനരധിവാസം ഉറപ്പാക്കാൻ അടിയന്തര ഇടപെടലുകൾ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെന്റർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഒരു വർഷവും ഒരു വേനലുമാണ് അവരിപ്പോൾ പിന്നിടുന്നത്. അവർ അവിടെ കിടന്ന് ഇത് ചെയ്യണം. അവരെ പുനരധിവസിപ്പിക്കാൻ എന്ത് നിയമ തടസ്സങ്ങളുണ്ടെങ്കിലും അത് ആ നിയമ തടസ്സങ്ങളൊക്കെ മാറ്റിക്കളഞ്ഞുകൊണ്ട് ചെയ്യേണ്ടതാണ്. പറയുന്ന നിയമ തടസ്സങ്ങളൊന്നും ഈ കാഷ്യൂ പ്ലാന്റേഷനിൽ ബാധകമല്ല. എന്നിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തീർച്ചയായും അവരെ പുനരധിവസിപ്പിക്കാനുള്ള ബാധ്യത സംസ്ഥാന സർക്കാർ എടുത്ത നടപടികളെ അംഗീകരിച്ച് അത് നടപ്പിലാക്കി കൊടുക്കുന്നതിനുള്ള ബാധ്യത വനം വകുപ്പിനുണ്ട്. കേന്ദ്രത്തിൻ്റെ കൺകറൻറ്റ് ലിസ്റ്റിലാണ് വനം എന്നുള്ളത് കൊണ്ട് അതിന്മേൽ പിടിച്ച് ഇവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് കാലതാമസം ഉണ്ടാക്കുന്നത് മനുഷ്യത്വരഹിതമായ പ്രവൃത്തിയാണ് എന്നാണ് ഞങ്ങളുടെ ഒരു മനുഷ്യാവകാശ സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങളുടെ അഭിപ്രായം. വെറും മണ്ണിൽ ചോർന്നൊലിക്കുന്ന ഷെഡിലാണ് കുടുംബങ്ങളുടെ താമസം. മഴ പെയ്താൽ കിടക്കുന്ന സ്ഥലമടക്കം എല്ലായിടത്തും നനഞ്ഞു കുതിരും. കുട്ടികളടക്കം നനഞ്ഞു കുതിർന്ന മണ്ണിലാണ് കിടക്കുന്നത്. സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശം ലഭിച്ചാൽ മാത്രമേ ഇവർക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാനുള്ള ഭവനവും അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കാൻ സാധിക്കൂ. മഴക്കാലത്തിന് മുൻപ് തങ്ങൾ സുരക്ഷിതരാകുമെന്ന പ്രതീക്ഷയിൽ കഴിയുകയാണ് ഈ കുടുംബങ്ങൾ. മലക്കപ്പാറ അരേക്കാപ്പ് വനമേഖലയിൽ നിന്ന് സ്വന്തം വീടും കൃഷിയിടങ്ങളും ജീവനോപാധികളുമൊക്കെ ഉപേക്ഷിച്ച് പലായനം ചെയ്യേണ്ടി വന്ന ഒരു കൂട്ടം ജീവിതങ്ങൾ, ആ ജീവിതങ്ങൾക്ക് സർക്കാർ പകരം സ്ഥലം നൽകിയത് മാരാംകോടുള്ള ഈ ഉന്നതിയിലാണ്. പക്ഷേ ഇവിടെ കുറച്ച് സ്ഥലം നൽകി എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. കത്തുന്ന വേനലിൽ നമുക്ക് കാണാൻ കഴിയും, ഇവിടെ കാണുന്ന ഈ ടാർപോളിൻ ഷീറ്റുകൾക്ക് താഴെയാണ് കുഞ്ഞു കുട്ടികളടക്കമുള്ള കുടുംബങ്ങൾ ദയനീയമായ അവസ്ഥയിൽ കഴിയേണ്ടി വരുന്നത്. ഇനിയിപ്പോൾ മഴക്കാലം കൂടി വരുമ്പോൾ എന്തായിരിക്കുമെന്ന ഒരു വലിയ ആധിയാണ് ഇവരുടെ മുഖത്തെല്ലാം നമുക്ക് കാണാൻ കഴിയുക. ഒപ്പം തന്നെ തങ്ങൾക്ക് വാസയോഗ്യമായ ഒരു വീട് നിർമ്മിക്കാനും തങ്ങളുടെ ജീവനോപാധിയായ കൃഷി ആരംഭിക്കാനുമായി ഈ സ്ഥലത്തിൻ്റെ രേഖകൾ നൽകണമെന്ന ഒരു വലിയ ആവശ്യമാണ് ഇവർ സർക്കാരിന് മുന്നിൽ വയ്ക്കുന്നത്. ഏതായാലും ഇവരുടെ ആവശ്യം അത് അടിയന്തരമായി സർക്കാർ പരിഗണിക്കുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.